താത്ത ഒരു മിനിറ്റ്. ആ തള്ളവിടെ ഉണ്ട്, ഞാൻ നോക്കട്ടെ. ഞാനേ എന്തെങ്കിലും ഫോൺ ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുക. ഫോൺ അടിച്ച അപ്പ വരും. ആരോടാ എന്താ പറഞ്ഞെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ ആര് പൊണ്ടാറ് തള്ള, അല്ലാണ്ട് ആരാ? ആ ഇവിടുന്ന് പോണിട്ടുണ്ടായിരുന്നു ഒരു 5 മിനിറ്റ് മുന്നേ. ഇപ്പം വരും. ആര്? മൂപ്പരാളാ? അനക്ക് എന്തിനാ കേടാണ് താത്ത? ഒക്കെ വിസ ക്യാൻസൽ ചെയ്തിട്ടാണ് പോന്നിക്കണത്. എൻ്റെ പടച്ചോനെ, ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ടാണ് അതിനെ പറഞ്ഞയച്ചത്. ഒരു ചിന്താഗതി വേണ്ടേ? പണിയെടുക്കണം, കുടുംബത്തിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവണം എന്നുള്ളത് ഒന്നുമില്ല. രാവിലെ 10 മണിക്ക് കണ്ട് ഇസ്തിരി ഇട്ടിട്ട് ഉള്ള ഷർട്ടും ആ തുണിയും ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങും. ആരാ? ആ തള്ളയുടെ കാര്യം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. 24 മണിക്കൂറും തള്ള ഈ ദിക്കറും ചൊല്ലിയിട്ട് എൻ്റെ കുറ്റം മകനിക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് മതുക്കൻ അതിനനുസരിച്ചിട്ട് അങ്ങനെ എൻ്റെ നെഞ്ചത്തോട്ട് ഇങ്ങനെ കയറും. എന്ത് പറയണ താത്ത, എൻ്റെ ഒരു യോഗം. ആ പണിക്കൊന്നും പോയില്ല മോളെ, വെറുതെയാണ്, പണിക്കില്ല. കാരണം അതിനെ എന്നാ മകനെ ഒന്ന് പണിക്ക് പോകുന്നൊരു പറച്ചിൽ സാധാരണ കുടുംബത്തെ അങ്ങനെയല്ലേ. ഇതുള്ള തേങ്ങ അടക്കിയും വിറ്റിട്ട് അത് മകനിക്ക് കൊടുക്കും. ആ വാപ്പ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും കിട്ടും. അങ്ങനെ ഒരു ജന്മം. ഇല്ല, ഞാൻ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും തീരുമാനം ഞാൻ ഉണ്ടാക്കും. മൂപ്പര നെകളിപ്പ അതാണ്, എൻ്റെ മുതൽ കണ്ടുള്ള നെകളിപ്പാ. അത് നടന്നേന് പൊന്നാരത്താത്താക്ക് നന്നായിട്ട് അറിയാം. അതിനനുസരിച്ചിട്ട് തന്നെ ഞാൻ നിൽക്കുള്ളൂ. ഹോളുടെ ഒരു കളി ഇനി എൻ്റെ അടുത്ത് നടക്കൂല. ഇനി പണ്ടത്തെ പോലെ ഒരു തുള്ളി ഞാൻ നോക്കട്ടെ, പറ്റൂല്ലെങ്കിൽ അറിയാം എന്താ ചെയ്യണ്ടെന്നുള്ളത്. ഇല്ലില്ല. ആര്? അതള്ളേ മകനോട് പറയണ്. ആ തള്ള തന്നെങ്കിൽ എത്ര തന്ന്. അങ്ങോട്ട് ഇന്നോട് ഇന്നാള് പറയണേ. എൻ്റെ താത്താക്ക് കട്ടയ്ക്ക് കളി. ഹലോ, അന്നയോ ഒരുത്തം കൊണ്ടുപോയി കെട്ടി തീർത്തിട്ട് വീട്ടിലായിട്ടുണ്ട് അല്ലേ? ഇനി വെള്ളം കൂടി ജീവിതം നമുക്ക് താർക്കണം അല്ലേ? ഈ എങ്ങനെയാണ് താത്തയവണ്? വെറുതെ മര്യാദക്ക് ഇരുന്നോളിട്ടാ കുടുംബം കലക്കാൻ നിൽക്കാതെ. അന്റെ കുടുംബം കലക്കിയാലോ, ആ കുടുംബം കലക്കി കൊണ്ടുപോയി അവിടത്തെ അല്ലേ വെച്ചിട്ട്. നിങ്ങൾ എന്താ രാത്രിയോട് പറഞ്ഞത്? എന്ത് ചെയ്യ താത്താനോട് ന്യായം വെച്ചിരുന്നു. വാക്കും കേട്ടിട്ട് കുത്തിപ്പരണ്ടാക്കണേ. ഞാൻ ഒരു കാര്യം പറഞ്ഞത് നിങ്ങളുടെ അമ്മ തീരെ ശരിയല്ലട്ടാ. ഞാൻ ശരിയാണോ ശരിയല്ല? ഇപ്പൊ ഞാൻ എന്റെ അടുത്തോട് സംസാരിക്കണത് ഈ തള്ളപ്പടി എന്തിനാ അകത്തു എന്ന് പറഞ്ഞത്? തെറ്റൊന്നുമില്ലല്ലോ. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? എന്തൊക്കെ തൊള്ളേ തോന്നിയാണ് ഇപ്പൊ പറഞ്ഞിരുന്നത്? ഈ ലെവലിൽ പോവാച്ച മകനായിട്ട് മതി. ഇന്റെ കുട്ടിയല്ലേ പറഞ്ഞിരുന്നത്, ഇന്റെ ഉമ്മാന്റെ അല്ലേ? ഉള്ള കാര്യം ആ കാര്യം മനസ്സിലാക്കിക്കോളി. ഉള്ള കാര്യം ഉള്ള കാര്യം പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് അറിയിച്ചു കൊടുക്കല. അതെ, കൊറേ പെരുപ്പിച്ച് പറയല് അല്ലേ? ഞാൻ പണിക്ക് പോവൂല, തള്ള അങ്ങനെയാണ് സത്യല്ലേ? ഇപ്പൊ തന്നെ എന്താ ഉണ്ടായത്? പണിക്ക് വരുന്നത് പിന്നെ ആരാടി? ഞാൻ പിന്നെ എന്റെ വീട്ടിൽ കുറിച്ച് അപ്പൊ ഞാൻ ഗൾഫിലുള്ള കാലത്തിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അറിയില്ലേ? ഞാൻ ഇപ്പൊ വിസ ക്യാൻസലായി വന്നതാണല്ലോ. ഒരു ഒറ്റ കുത്താണ്ട് വെച്ചാണ്ടല്ലോ. ശരി, ഓള് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. എന്റെ താത്തണ്ട് വരട്ടെ കുടി ഇറക്കുമല്ലോ ഇവിടുന്ന് അല്ലേ? ഏത് ബോധണ്ടടി? തിന്നണേന് ബോധണ്ടാ? എന്താ ശരി, നല്ലോണം ബോധത്തിലാണല്ലോ കുത്തിരിക്കണത്. എവിടേക്ക് കൈ വന്നത്? ഞാൻ അതും കൂടി ഉള്ളൂ. വേണ്ടാന്ന് ഞാൻ വിചാരിച്ചിട്ടാക്കി കൂട്ടിയാ പറ്റാൻ എല്ലാ ഓർമ്മ ഉണ്ടായിക്കോട്ടെ എനിക്ക് കേട്ടാ. ഇക്കും കുറെ കാര്യങ്ങൾ കൂട്ടിയാ പറ്റും. എന്നെ കൊണ്ട് കൂട്ടിയാ പറ്റണത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്ത് കാണിച്ചു തരുന്നത്? കാണിക്കടി. ഞാൻ എന്റെ പാട്ടിക്ക് പോക്കണ്ട് പോകും. പോയാ എനിക്ക് പോയി എനിക്കെന്താ? അല്ലാതെ എങ്ങോട്ട് പോകുന്ന ഈ പറയണത്? ഞാൻ എന്റെ വീട്ടിൽ നിങ്ങൾ ഒഴിവാക്കിണ്ട് പോകുന്നു. പോയിക്കോ, നീ പോയിക്കോ, പോയിക്കടി.